ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും ചേട്ടൻ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തൊന്ന് പോകാമെന്ന്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു കറക്കം പോലെ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉച്ചക്കടയാണ് കേട്ടോ എൻ്റെ സ്ഥലം. അപ്പോൾ നിങ്ങൾ കണ്ടതൊക്കെ അവിടുത്തെ കടകളാണ്. ഫ്രാൻസ്, ബെൽജിയം, UK എന്നൊക്കെ പറഞ്ഞ വിദേശ രാജ്യങ്ങൾ മൊത്തം ഞങ്ങളുടെ ഉച്ചക്കടയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് മുതലേ എന്താവശ്യത്തിനും വരുന്ന കടയാണ് കേട്ടോ. ഫാൻസി സ്റ്റോറാണിത്. അപ്പോൾ എന്ത് ഫംഗ്ഷൻ വന്നാലും ആദ്യം ഇവിടെയാണ് കേട്ടോ ഓടി വരുന്നത്. അത്യാവശ്യം കമ്മലും മാലയും ഒക്കെ ഉള്ള ഒരു കടയാണ്. അപ്പോൾ കമ്മലൊക്കെ കണ്ട് അറിയാമല്ലോ, ഞാൻ അവിടെ എടുത്തില്ലെങ്കിൽ നിൽക്കുമെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കുറേ കമ്മലുകളൊക്കെ നോക്കി 2-3 കമ്മലൊക്കെ മേടിച്ചു. പിന്നെ വളയാണ് കേട്ടോ. കുപ്പിവളയോട് ഇപ്പോൾ വല്ലാത്ത ക്രേസാണ്. അതുകൊണ്ട് തന്നെ ഓരോന്നും എടുത്തപ്പോൾ ഓരോരുത്തരും എടുത്ത് ഇട്ടതുകൊണ്ടായിരിക്കും പൊട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുക്കുന്നതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുപ്പിവളകൾ ഓരോന്നും എന്താ പറയുക, നമ്മളെ തുണിക്ക് മേച്ചിനാണല്ലോ നമ്മളെപ്പോഴും വളയും കമ്മലും മാലയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഓരോന്നും എടുത്ത് കയ്യിൽ ഇട്ട് നോക്കുവാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് കുപ്പിവള. സംഭവം തറയിൽ പോയാൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് ചേട്ടൻ എന്നെ വഴക്കും പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഇട്ട് നോക്കി, അത് ഇഷ്ടപ്പെട്ടു, എടുത്തു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കറക്റ്റ് നാഗവല്ലിയായിട്ട് തോന്നുന്നു എനിക്ക് നീ. നാഗവല്ലിയുടെ ഒരു എല്ലാ ലക്ഷണവും നിനക്കുണ്ട് എന്നാണ് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചേച്ചിയുടെ മോക്ക് വേണ്ടിയിട്ട് വള നോക്കുവാണ്. പക്ഷേ വള അവളുടെ സൈസിനൊത്ത് എനിക്ക് കിട്ടിയില്ല. പിന്നെ നേരെ എന്താ പറയുക, പിന്നെ ചേട്ടൻ്റെ ഓരോ പണ്ട് കാലത്ത് വാങ്ങിക്കാൻ പറ്റാത്ത നമ്മുടെ JCB പോലത്തെ വണ്ടികളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോ എടുത്തുകൊണ്ടിരിപ്പായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോക്കൊരു മാലയൊക്കെ മേടിച്ച് കുറച്ച് നേരം കൂടെ അവിടെ നിന്നു. കീ ചെയിനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കീ ചെയിനൊക്കെ കണ്ടു. പിന്നെ നല്ല നല്ല കുട്ടി കുട്ടി ബൊമ്മാസ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ കൈ കിട്ടിയാൽ അത് എൻ്റെ മോക്ക് ഒരു ദിവസത്തേക്ക് പോലും ഇല്ല, അത് അപ്പം തന്നെ നശിപ്പിച്ച് തരും. പിന്നെ നമ്മളെ ഡോറ ബുജി, സൂപ്പർ അല്ലേ നമ്മുടെ ഡോറ. ഇപ്പോഴും പിള്ളേരിന്ന് കാണുന്നതല്ലേ ഡോറ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ പണ്ടത്തെ ഓരോ വീക്ക്നെസ് കയറി വരുന്നതാണ്. അവർക്ക് വാങ്ങാൻ കഴിയാത്തത് ഇപ്പോൾ അവരുടെ മക്കൾക്ക് വാങ്ങുമ്പോൾ അവർക്കൊരു ചെറിയൊരു കുശുമ്പൊക്കെ കാണുമല്ലോ. അതെൻ്റെ ചേട്ടനും ഉണ്ട്. ഓക്കെ, പിന്നീട് തിരിച്ചു പോകുമ്പോൾ ആഴ്ചകളാണ്. അങ്ങോട്ട് പോകുമ്പോഴും കടകൾ ഒത്തിരി ഉണ്ട്. ഒത്തിരി തുണിക്കടയാണ് കേട്ടോ. ഞങ്ങളവിടെ ഇപ്പോൾ ഒത്തിരി തുണിക്കടയാണ്. അതും പല രാജ്യങ്ങളുടെ പേരിലായിട്ട് ഒത്തിരി തുണിക്കട ഇപ്പോൾ ഉച്ചക്കട എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂവാറോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂവാറ് നിങ്ങൾക്ക് അറിയായിരിക്കും, ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഐസ്ലാൻഡും എന്താ പറയുക ഗോൾഡൻ സാൻഡലും ഒക്കെ ഉള്ള പൂവാറ് ബീച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ജസ്റ്റ് അതുവഴി ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഇപ്പോൾ ഒരു റോയൽ എംപയർ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ഒരു റിസോർട്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവരുടെ. അപ്പോൾ അവിടെ ഞങ്ങൾ അത്യാവശ്യം ഇടയ്ക്ക് ഇവിടെ വരാറുള്ളപ്പോൾ പോവാറുണ്ട്. കുട്ടികളുടെ പാർക്കുണ്ട്, തിയേറ്റർ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. എല്ലാ തരത്തിലും നല്ല രീതിയിൽ ഇപ്പോൾ ഞങ്ങളുടെ പൂവാറ് ഡെവലപ്പിങ്ങിൻ്റെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തിയേറ്ററാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയി കണ്ടത് കാന്താര മൂവിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഫുഡും അങ്ങനെ തന്നെയാണ്, നല്ല ഫുഡാണ്. എന്താ പറയുക, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അത്യാവശ്യം സ്പേസൊക്കെ ഉള്ള ഫങ്ഷൻസൊക്കെ നടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും കൂടെയാണ്. ഇപ്പോൾ റിസോർട്ട് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ നമുക്ക് വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.